അല്ലെങ്കിൽ കൂടെ കൂട്ടാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ അയാൾ കുറേ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അയാൾക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. അതായത് അയാളുടെ ജീവിതത്തിൽ അയാൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതും പറയാൻ ആഗ്രഹിച്ചതും ജീവിക്കണം, ഒപ്പം കൂട്ടണം എന്നൊക്കെ ഉള്ള ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ട് ഒരു വാക്ക് പോലും ഒരു പെട്ടെന്നുള്ളൊരു ഗുഡ് ബൈ ആയിരുന്നു. ഗുഡ് ബൈ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു ഒരു യാത്രയായിരുന്നു ആ ഒരു പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് കർമ്മ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കർമ്മ വളരെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ കുറേ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനും നിങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാനും ഒക്കെ വേണ്ടിയാണ് നിങ്ങൾ വീണ്ടും ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളത്. മുൻജന്മങ്ങൾ നിങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് മുൻജന്മങ്ങളിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഹൃദയം തകർന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും ഹീൽഡ് അല്ലാത്ത ഒരുപാട് വൂൺസും ഒരുപാട് പെയിനും ഒക്കെയുണ്ട്. അപ്പോൾ ആ വൂൺസുകൾ ജന്മജന്മാന്തരങ്ങളായിട്ടുണ്ടായിട്ടുള്ള ആ വൂൺസുകളെല്ലാം ഹീൽ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ജന്മമായിരിക്കാം, അതല്ലെങ്കിൽ ഇതെല്ലാം ഹീൽ ചെയ്തിട്ട് നിങ്ങൾ ഇനിയുള്ള ജന്മങ്ങളിൽ ഒന്നിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു ബർത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഈ ഒരു ജന്മം വളരെ ഹീലിങ്ങിന് വേണ്ടിയുള്ള ഒരു ജന്മമാണ്. ആ വ്യക്തിക്കും നിങ്ങളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു പെയിന്, ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഡ്നെസ്, ഒരു റാൻഡമായിട്ടുള്ളൊരു ഇമോഷണൽ പുള്ള്. നിങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വരും. അടുത്തുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷേ പോയി കഴിയുമ്പോഴും ഉള്ളിലൊരു തേങ്ങൽ. അത് ഇനിയിപ്പോൾ നാളെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല എന്നോർത്തല്ല, എന്തോ നിങ്ങൾക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചതല്ലേ അപ്പോൾ എന്നാൽ പിന്നെ എനിക്കിങ്ങനെ വിഷമം തോന്നുന്നു, അങ്ങനത്തെയൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ളൊരു സാഡ്നെസ്സും ഒരു വേദനയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലുള്ള ചേഞ്ചസൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് നല്ലതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും, നിങ്ങൾക്ക് മാത്രമല്ല ആ ഒരു പേഴ്സണും ഇതേപോലുള്ള ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഈ ജന്മത്തിൽ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു രണ്ടുപേരും. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു നിങ്ങൾ. അയാളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെട്ടം വെളിച്ചമൊക്കെ വീശിയ ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്നാണ്, കഴിഞ്ഞ ജന്മങ്ങളിലെ പോലെ തന്നെ പെട്ടെന്നാണ് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളും നമ്മൾ പെട്ടെന്നൊരു സഡൻ ആയിട്ടുള്ളൊരു ഇതുകൊണ്ട് നിങ്ങൾ അകന്ന് പോയെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. കാര്യം